ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ചിച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ തൊട്ട് ഒരു കുഞ്ഞു കൃഷി വെജിറ്റബിൾ ഗാർഡൻ പോലെ തുടങ്ങാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബാക്കിൽ തന്നെ തുടങ്ങാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങൾ കുഞ്ഞിന്ന് വലുതിക്കാണല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കാണാം. ഇന്നലെ വാങ്ങി വെച്ചതാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ വാട്ടമൊക്കെ ഉണ്ട്. ഇത് വെണ്ടക്ക, വഴുതനങ്ങ, ഇത് തക്കാളി, മുളക് ഒന്നും കൂടെ എടുക്കും, വേണ്ട മുളകാണുള്ളത് കേട്ടോ. പിന്നെ ഇത് വഴുതനങ്ങ, വയലറ്റ് വഴുതനങ്ങയാണ്. ഇത് നീണ്ടിട്ടുള്ള വഴുതനങ്ങ. പിന്നെ ഇത് നമ്മൾ തക്കാളി. പിന്നെ കുറച്ച് നമ്മൾ ഗ്രോ ബാഗ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗ്രോ ബാഗുകൾ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ 10 അങ്ങാണ്ടുള്ളോ. നമ്മുടെ വീട്ടിൽ മേളിൽ 7 രൂപ, ഒരെണ്ണത്തിന് 7 രൂപയാണ് കേട്ടോ. 10 എണ്ണമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇത് നമ്മൾ വീട്ടിൻ്റെ മേളിലും ഉണ്ട്. പണ്ട് നമ്മളിങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ അത് വെയിലും മഴയൊക്കെ വന്നിട്ട് അത് പോയി. പിന്നെ ഇന്നലെ വാങ്ങിച്ചിട്ട് നമ്മൾ ചെയ്യാത്തതിൻ്റെ 2 റീസൺസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് റീസൺ എന്ന് വെച്ചാൽ ഇന്നലെ കടയിൽ നിന്ന് ഇതെടുക്കാനായിട്ട് മറന്നു. എൻ്റെ ഇത്തത്തെ മുച്ചേനേനും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അവർ ഇത് ശകരിച്ചോറ് കടന്നെടുക്കാനായിട്ട് മറന്നു. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയണം, ഇത് തുടങ്ങാനുള്ള ഉദ്ദേശം എന്താണ്? ഓരോ വീടുകളിലുണ്ട്. സ്കൂളിലെ മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യം പറയും. ഇത് തുടങ്ങാനായിട്ടുള്ള പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ എന്തിട്ടാണ് എനിക്കറിഞ്ഞൂടാ. സ്കൂളിലെ മീറ്റിങ്ങിന് എന്തിട്ട് പറഞ്ഞു? സ്കൂളിലെ മീറ്റിങ്ങിന് ഒരു സാറ് വന്നിട്ട്, അതിന് ഞാനുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഒരു സാറ് വന്നിട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് എന്തെന്നാ പറഞ്ഞ, പിള്ളേരെ ഫോൺ കൊടുത്തധികം ഇരുത്താതെ ഇങ്ങനെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾക്കറിയില്ല കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കെമിക്കൽസ് ആണോന്നൊന്നും നമുക്ക് അറിയില്ല. നമുക്ക് 10 ദിവസം പച്ചക്കറി ഉപയോഗിക്കാൻ പറ്റും. മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്കൂളിലെ മീറ്റിങ്ങിൽ പറഞ്ഞത് കുട്ടികൾക്ക് ഇതേപോലെ ചെറിയ ഇത്, അപ്പോൾ അതാകുമ്പോൾ അവർക്കൊരു ഇതിലേക്ക് ഇറങ്ങാനൊരു പ്രചോദനമാകും. അപ്പോൾ അവർക്ക് ഫോണിൻ്റെ ഉപയോഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ മിക്ക കുട്ടികളും മൊബൈൽ എടുക്കും. അല്ലെങ്കിൽ ഞാൻ മദ്രസയിൽ പോകുന്നുണ്ട്. മദ്രസയിൽ നിന്ന് വന്നാൽ പിന്നെ സ്കൂളിലത്തെ മദ്രസയിലത്തെ ഇരുന്ന് പഠിക്കും. അപ്പോൾ അത് മിക്ക കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഫോണ് TV ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ പിള്ളേർക്ക് ഉത്സാഹം കൂടി വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവരോട് ഞാൻ ഫസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് രണ്ടാൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ കിടക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മണ്ണ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഗ്രോ ബാഗ് എടുക്കും. പിന്നെ വേറൊരു കാര്യം, ഞാൻ ആദ്യം ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ അല്ല, പിന്നെ കുറച്ച് നാൾ നമ്മൾ ടെറസിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പിന്നെ എനിക്ക് കയറി ഇറങ്ങാൻ, ഞാൻ മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം എല്ലാം നശിച്ചൊക്കെ പോയി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പയർ, വെണ്ട, അങ്ങനെയൊക്കെ ക്യാബേജ്, കോളിഫ്ലവറൊക്കെ നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളതാണ്. മാറി കൈ. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ വെക്കാനായിട്ട് സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്ഥലമൊക്കെ നമ്മളിപ്പോ ഇവിടെ കച്ചറായിട്ട് കിടക്കുന്നു. ഇപ്പൊ ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നാലും ആ ഭാഗത്തുണ്ട്, കുറച്ചുകൂടി ഉണ്ട്, അത് നമുക്ക് കളയും. പിന്നെ ഇവിടെ വേറെ മറ്റേ വാഴയൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ കൊലക്കാത്ത വാഴയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനിയിപ്പോ ഈ ഭാഗത്താണ് നമ്മളിത് ഗ്രോ ബാഗ് റെഡിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വെട്ടത്തിന്റെ പ്രശ്നമുണ്ട്, മതിലൊക്കെ ആകെ കളർ പിടിച്ച് നിൽക്കണം. അപ്പൊ നമ്മള് ഇതിടാനായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഫുള്ളിട്ടോ ഇതിന് പൊട്ടിയില്ലല്ല. ഇനിണ്ട്. അപ്പം നമ്മൾ മേടിച്ച വളത്തിൻ്റെ ഇതിൽ ചകിരിച്ചോറ്, എല്ലുപൊടി, പിന്നെ ചകിരിച്ചോറ്, എല്ലുപൊടി, പിന്നെ ചാണകം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇത് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് നമ്മളിനി ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാൻ പോകണം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിവിടെ ഇങ്ങനെ എല്ലാതും ഉണ്ടാവും. മാറ് നമുക്കിത് ഇങ്ങനെ ഇട്ടിട്ട് ഇനി ഇത് മിക്സ് ചെയ്യാം നല്ലോണം കൈ കൊണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഗ്രോ ബാഗിൽ നിറയ്ക്കേണ്ട അങ്ങനെ ചെയ്യലേ. ഇതിന് ഇത്തിരി അറപ്പും വെറുപ്പൊക്കെ മാറ്റിയിട്ട് വേണം കേട്ടോ ഈ വക പണിക്കിറങ്ങാനായിട്ട്. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിനെന്താ അത് കൈ കഴുകണം. എന്നിട്ട്
അത് ഉണങ്ങിയതാണ്. എല്ലാതും ഉണ്ടാവും. അറപ്പും വെറുപ്പും മാറ്റി വെച്ചിട്ട് വേണം ഈ വക പണിക്ക് ഇറങ്ങാനായിട്ട്. അപ്പൊ നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. ഒരാള് കയ്യിൽ കവറൊക്കെ കെട്ടി ബാഗ് എടുത്ത് വിടർത്തുന്നുണ്ടോ? അപ്പൊ രണ്ടുപേരും, ഒരാൾക്ക് ആരുടെയിലാണ് ആദ്യം കായ ഉണ്ടാവണേ നമുക്ക് നോക്കാം. രണ്ടുപേരും അതിന് ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത്. എന്നാ ഒരാൾ വേറെ എണ്ണത്തിൽ നടക്കുക. അത് ഇന്നൊരു ഗ്രോ ബാഗ് എടുക്കുക ചിച്ചു. പോയെടുക്ക്. എന്റെ കൈ മാത്രം കേട്ടോ. എത്തിയുടെ കിറ്റിട്ട കയ്യും നല്ലോണം മിക്സ് ചെയ്യും. അപ്പം നമ്മൾ ഗ്രോ ബാഗ് മണ്ണ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്രോ ബാഗ് നിറച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിലാകുള്ളത് അപ്പം നമ്മുടെ ഗ്രോ ബാഗൊക്കെ ഇവിടെ റെഡി. പറയടി. നമ്മൾ വെക്കാൻ പോവാണ്. അപ്പോൾ ഇത് വഴുതനങ്ങ, ഉണ്ട വഴുതനങ്ങ, ഇത് ചില്ലി. നമുക്കത് മൂടണം. വഴുതനങ്ങ ഉണ്ട വഴുതനങ്ങ ഉണ്ട് കേട്ടോ, സാധാ വഴുതനങ്ങ ഉണ്ട്. നമ്മൾ നോക്ക് സീഡ്സ് ഒന്നും നമ്മളിപ്പോ വെക്കുന്നില്ല, കാരണം ഇപ്പൊ വെക്കോ അത് ഇതില് അത് വെക്കണല്ല മുളപ്പിക്കാനിടണല്ലേ. അതിനിപ്പോ എന്തിട്ടാ പണി? ഞാൻ എടുത്തുകൊണ്ട് വെക്കണോ? ഞാൻ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ഗൈസ്. ഇത്തിടെ ഞാൻ എടുത്ത് വെക്കാം. എന്റേത് ഈ സൈഡിലേക്ക് എന്റേത് വെക്ക്. ഇതും ഇതും ഇത് രണ്ടും എന്റേതാണ്. അടുപ്പിച്ചടുപ്പിച്ച് വെച്ചോ. അറ്റത്തേക്ക് മുട്ടിച്ച് വെക്കരുത്, പിന്നെ പുഴുവായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മള് ചെടിയൊക്കെ വെച്ചു. വെള്ളം കളിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം എടുത്തിട്ട് വാ. വെള്ളം എടുത്തിട്ട് വാ ചെല്ല. വെള്ളം കൂടെ ഒഴുക്കി വെച്ചിട്ട് എന്നെ തളിച്ചു കൊടുക്കണ. കൈ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഒഴിച്ചാ മതി. ഇതിനൊഴിക്ക. കൈ ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് ഒഴിക്കും.